ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൈഡേ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ മിക്കവാറും എല്ലാ ഫ്രൈഡേയും അതുപോലെ തന്നെ ട്യൂസ്ഡേയും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ മോർണിംഗ് റുട്ടീൻ. എൻ്റെ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ കോൾഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വോയിസിനൊരു ചെറിയൊരു വ്യത്യാസം തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ആദ്യം വന്നിട്ട് നമ്മുടെ ഹാളിലുള്ള ഒരു ജനൽ തുറന്ന് നോക്കും. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ സൺറൈസ് ഒക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചെറിയ റൂമുണ്ടല്ലോ, ബാൽക്കണിയുടെ സൈഡിലാണ് ചെറിയ റൂം വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു വൈബ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ സൺറൈസ് ഒക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ വന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും ആദ്യമേ തന്നെ എല്ലാ ജനലുകളും ഒന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടേക്കും. അപ്പോൾ നല്ലൊരു ഫ്രഷ് എയർ നമ്മുടെ വീടിനുള്ളിൽ കയറുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് മുഖം പോലും കഴുകിയിട്ടില്ല, ഫേസ് വാഷ് ഒന്നും ചെയ്യാതെ നേരെ കിച്ചണിലേക്ക് വന്നേക്കുക. അപ്പോൾ ആമിക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം നേരെ വന്നിട്ട് ജനലുകളെല്ലാം തുറന്നതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം ഞാൻ ബ്ലാക്ക് ടീക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കും. പിന്നെ കറികൾ വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ആദ്യം അടുപ്പത്താക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഡെയിലി ഞാൻ കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാത്തത് കൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ ഉറക്കെ എഴുന്നേറ്റ് അതേപടി നേരെ കിച്ചണിലേക്ക് ഓടിയേക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ 3 അടുപ്പത്തും വയ്ക്കാനുള്ളതൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയിട്ട് ഫേസ് വാഷും ബ്രഷിങ്ങും ഒക്കെ ചെയ്യുള്ളൂ. അതങ്ങനെ ശീലിച്ച് പോയി, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ തലേ ദിവസം നൈറ്റ് ഞാൻ എന്നും പാത്രം കഴുകി വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വന്നിട്ട് ബ്രഷിംഗ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ സിമ്മിൽ വയ്ക്കാനുള്ളതൊക്കെ സിമ്മിൽ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ ഇടാനുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലത്തെ റുട്ടീൻ എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം ആമിയെ സ്കൂളിൽ വിടുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് എല്ലാം കൂടി എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രഷിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. ഹിമാലയയുടെ ഫേസ് വാഷാണ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നേരെ പിന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ബ്ലാക്ക് ടീ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമിക്ക് ബ്ലാക്ക് ടീ എന്നും രാവിലെ വേണമെന്നുള്ളത് നിർബന്ധമാണ്. കുട്ടികൾക്കത് കൊടുക്കുന്നത് നല്ലതല്ല, എന്നാലും അവളിങ്ങനെ വാശി കാണിക്കുന്നതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടാറുണ്ട്. പിന്നെ ഞാനങ്ങനെ ഡെയിലി അങ്ങനെ കുടിക്കത്തൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെയാണ് കുടിക്കാറുള്ളത് ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയൊക്കെ. ഹസ്ബൻഡിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ഇഷ്ടമില്ല. വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഞാനിതിന് മുന്നേ ഒരുപാട് വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് 8:30-ക്കാണ് വീട്ടിൽ നിന്ന് പോകേണ്ടത്. 8:45-നാണ് അവർക്ക് അവിടെ കയറേണ്ടത് സ്കൂളിൽ. അപ്പോൾ രാവിലെ ഒരു 6 മണി തൊട്ട് 8 മണി വരേക്കും ഭയങ്കര സ്പീഡായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് മുരിങ്ങയില തോരനും അതുപോലെ തന്നെ മുട്ട വറുത്തതും പിന്നെ മോര് കാച്ചിയതുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ റീസെൻ്റായിട്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്, അതായത് ചീരയുടെ കൂടെ മുട്ട കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. ഇതുപോലെ ഒരു ചീരയുടെയും കൂടെ ഒരു നോൺ വെജും കഴിക്കാനായിട്ട് പാടില്ലെന്ന്. പക്ഷേ നാട്ടിലൊക്കെ നമ്മളിങ്ങനെയാണല്ലോ ചോറൊക്കെ കിട്ടുന്നത്, മീൻ വറുത്തതാണെങ്കിലും ചീരത്തോരനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതെനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയേ. പിന്നെ ആമിക്കാണെങ്കിൽ 2 സ്നാക്സാണ് ഇവിടെ കൊടുത്തേക്കേണ്ടത്. മോർണിംഗ് സ്നാക്കും ഉണ്ട്, ഈവനിങ് സ്നാക്സും ഉണ്ട്. അപ്പോൾ 2 ബോക്സിലായിട്ടാണ് ഇവർക്ക് സ്നാക്സ് പാക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവൾക്ക് റീസെൻ്റായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ ഈവനിങ് കഴിക്കാനായിട്ട് നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയാണ് കൊടുത്ത് വിടുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആപ്പിളാണ് കൊടുത്തത്. കൂടുതലായിട്ടും പഴം, ആപ്പിൾ ഇതൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. ഓറഞ്ചൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഗ്രേപ്സ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, കാരണം അവൾക്ക് ഇങ്ങനെ കോൾഡിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടില്ലേ പറ്റില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഞാൻ പെട്ടെന്ന് എന്നെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ സാധാരണ ആമി സ്കൂളിൽ പോയതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. ഇപ്പോൾ രാവിലെ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ തന്നെ ഞാനൊന്ന് അടിച്ച് വാരി ഒന്ന് മോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്താറുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ തന്നെ കുളിച്ചിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളായതുകൊണ്ട് ഇതുപോലെ എനിക്ക് സമയം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഓർത്തു കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോപ്പിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആമി സ്കൂളിൽ വിടുന്നതിന് മുന്നേ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വിടുന്നത്. സാധാരണ ചിലപ്പോൾ ഞാനിങ്ങനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഇത് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ചിലർ ഇതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മോപ്പിംഗ് ചെയ്യാറില്ല കേട്ടോ. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മോപ്പിംഗ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളിയാഴ്ചയാണെന്നൊന്നും നോക്കത്തില്ല കേട്ടോ. വീട് ഇത്തിരി ക്ലീൻ അല്ലാതെ കിടക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും മോപ്പിംഗ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇതുപോലെ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ മോപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈയോടെ തന്നെ നമ്മുടെ ബാൽക്കണിയുടെ, അതായത് നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 8 മണി ആയപ്പോഴത്തേനും ഞാൻ എല്ലാം റെഡിയാക്കി ആമിക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേനും ഉണ്ട് ആമി എഴുന്നേറ്റ് വന്നേക്കുവാണ്. അപ്പോൾ സാധാരണ രാവിലെ ആമി 7 മണിക്കൊക്കെ എഴുന്നേക്കും. ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി, കാരണം തലേ ദിവസം കിടന്നപ്പോഴും ഇച്ചിരി ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ആമിയെ കുളിച്ച് ഫ്രഷ് ആക്കാനായിട്ട് ഞാൻ ബാത്റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. അവൾ സ്വന്തമായിട്ടാണ് കുളിക്കുന്നതും ബ്രഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനിടയിൽ ഞാൻ എന്തായാലും കോലമൊക്കെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് തമിഴ്നാട്ടിലെ കൾച്ചർ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ കോലം വരയ്ക്കാനൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും അറിയാമെന്നല്ല, അറിയില്ല, എന്നാലും ഇത്രയും നന്നായിട്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് വരയ്ക്കുന്നത്. നമ്മൾ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തോന്നും ഇങ്ങനെ കോലം വരച്ചിടുമ്പോഴത്തേനും. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തിനാണ് ഇവരിത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തൊക്കെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതിന് പുറകിൽ. പക്ഷേ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ വീട്ടിൽ കോലമൊക്കെ വരച്ചിടുമ്പോഴത്തേനും ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ എവിടെയാണെന്നുള്ളത്. ചെന്നൈയിലാണ് ഞങ്ങൾ സെറ്റിൽഡാണ്. അപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോഴും ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഹസ്ബൻഡ് മലയാളിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ, മലയാളി തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇവിടെ 30-40 വർഷം മുന്നേ ഇവിടെ വന്നതാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛന് ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റിൽഡ് ആയതാണ്. പിന്നെ അതിനുശേഷം അച്ഛൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അങ്ങ് സെറ്റിൽഡായി. പിന്നെ ഹസ്ബൻഡും അനിയനും ഒക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. പിന്നെ ഞാനും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ വീട് വെച്ചു. നമ്മുടെ നേരത്തെ ഓൾറെഡി ഹസ്ബൻഡിൻ്റെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്ന വീടിൻ്റെ മേലെ തന്നെ ഞങ്ങളും വീട് വെച്ച് ഇവിടെ ഞങ്ങൾ സെറ്റിൽഡാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലിയർ ചെയ്തത്. പിന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാവോ എന്ന്. ശരിക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് ഡെക്കോർ ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു ഹോം ടൂർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്യാം കേട്ടോ. കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേഞ്ചസ് വരുത്താനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിച്ചൺ ടൂർ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതും ഞാൻ ചെയ്യാം കേട്ടോ. അതും കിച്ചണിലും നമുക്ക് കുറച്ച് 1-2 കാര്യങ്ങൾ മാറ്റാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, റീസെൻ്റായിട്ട് വന്നൊരു കമൻറ്റാണ്, ചേച്ചി തമിഴ് സംസാരിക്കുമോ, എങ്കിൽ തമിഴിലും കൂടി വ്ളോഗ്സിലൊക്കെ ഒന്ന് സംസാരിക്കാമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമിഴ് അത്രയും ഫ്ലുവൻ്റായിട്ട് അറിയത്തില്ല. അപ്പം സംസാരിക്കാൻ ശരിക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. പക്ഷെ മുന്നേ ആണെങ്കിൽ ഞാൻ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആമയുടെ സ്കൂളിൽ നിന്ന് മിസ്സൊക്കെ വിളിക്കുമ്പോഴത്തേനും സംസാരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ അത്രയും നല്ല ഫ്ലുവൻ്റ് ആയിട്ടൊന്നും എനിക്ക് വരത്തില്ല. പക്ഷേ എല്ലാ വേർഡ്സും അറിയാം, കേട്ടാലെല്ലാം മനസ്സിലാവും. പിന്നെ കൂടുതലും ഞാൻ തമിഴ് ഫിലിമൊക്കെ മുന്നേ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ് സംസാരിക്കാനായിട്ട് അത്ര ഫ്ലുവൻ്റായിട്ട് അറിയില്ലെങ്കിലും കേട്ടാലും മനസ്സിലാവും, അങ്ങനെയാണ്.
പിന്നെ ബാച്ചിലർ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട്. ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിയത്തില്ല, എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ തൈര് സാദത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം. ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാച്ചിലർ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, നമ്മുടെ ഇഡ്ഡലി റൈസ് ഒന്ന് കാണിക്കുന്നു, ഇഡ്ഡലി ദോശയ്ക്ക് അരയ്ക്കുന്ന അരി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ടിഫിൻ റൈസ് ആണെന്നുള്ളത്. പക്ഷേ ശരിക്കും അതിൻ്റെ അരി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല. ഞാനിനി എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കത് അറിയാമെന്നാണ് വിചാരിച്ചത്. ടിഫിൻ റൈസ് എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് ഇവിടെ, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എന്നും പറയും. നമ്മുടെ സാധാരണ പച്ചരി അല്ല കേട്ടോ, ഇച്ചിരി വലിയ ഒരു അരിയാണ്. പക്ഷേ നല്ലതാണ്. ഞാൻ അത് തന്നെയാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ഇനി അടുത്ത് എടുക്കുമ്പോഴത്തേനും അത് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ മാക്സിമം പറ്റുന്ന പോലെ തന്നെ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ ചാനൽ 400 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട്. കമൻറ്റ്സ് ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സമയം എടുത്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഹോം ടൂറും കിച്ചൺ ടൂറും എല്ലാം ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം തന്നെ ഓരോന്നായിട്ട് കാണിക്കാം. നമ്മുടെ ഹോം ടൂർ ഇച്ചിരി വൈകും, കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോം ടൂർ കാണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു PVC ഡോർ വർക്ക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വ്ലോഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണേ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി. പിന്നെ ഈ ഒരു കാര്യം ഞാൻ കുറേ നാൾക്ക് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന റെഗുലറായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ രാവിലെ ഇതുപോലെ ഈ ഒരു ചെറിയൊരു ഉരുളിക്കകത്ത് ഞാനിങ്ങനെ പൂക്കളിട്ട് വയ്ക്കുമായിരുന്നു. സാധാരണ പുറത്തുനിന്നാണ് പൂക്കൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ടെറസിൻ്റെ മേലെയുള്ള 10 മണി ചെടികളില്ലേ, അതിൽ പൂക്കളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിൽ. ഇത് കാണാനും ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് ചെയ്തിട്ട്. നമ്മുടെ ചെടികളൊക്കെ ഈ വെയിലത്ത് പോയി കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനൊന്നും ഉത്സാഹം കാണിക്കാറില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ ഈ ഒരു സോഫയുടെ സെക്ഷനിലായിരിക്കും വെക്കുന്നത്. മിക്കവാറും ഞാൻ ഈ പൂജാ റൂമിലാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനുള്ളിൽ പൂക്കളിട്ട് വയ്ക്കുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് മാറുമെന്നാണ് പറയുന്നത്. പൂജാ റൂമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിവിടെ തമിഴ്നാട്ടിലെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴത്തേനും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കയറി വരുന്ന എൻട്രൻസിൽ തന്നെ അവരിങ്ങനെ വാതിലിൻ്റെ പടിക്കൽ ഇങ്ങനെ വെച്ചേക്കും. നമ്മൾ വന്നുടനെ ഈ ഒരു പൂക്കളിലേക്ക് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഹോട്ടലിന് നമുക്ക് എന്തെങ്കിലും കൺദൃഷ്ടി, നമ്മൾ അതിനെക്കുറിച്ച് നല്ലതാണെന്ന് പറയുമ്പോഴത്തേനും ചിലർക്ക് അത് കൺദൃഷ്ടി പോലെ തോന്നുമല്ലോ, അതൊക്കെ ഈ പൂക്കളിലൂടെ അങ്ങ് പോകുന്നതാണ് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. അത് ശരിക്കും വാതിലിൻ്റെ ഫ്രണ്ടിലാണ് വെക്കേണ്ടത്. ഞാൻ ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഡൈനിങ് ടേബിളിൽ വെക്കാറുണ്ട്. മിക്കവാറും കൂടുതലായിട്ട് ഞാനിങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പൂജാ റൂമിലാണ് വെക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സോഫയുടെ സെക്ഷനിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ TV യൂണിറ്റിൻ്റെ അവിടെ വെക്കും. ഞാൻ ഈ ഒരു പ്രാർത്ഥനയുടെ റുട്ടീൻ ചേർക്കാനുള്ള കാരണം റീസെൻ്റായിട്ട് എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി പ്രാർത്ഥനയുടെ റുട്ടീനും കൂടി ഒന്ന് ആഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വ്ളോഗും കൂടി പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഇതുപോലെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ലക്ഷ്മി സഹസ്രനാമത്തിൻ്റെ ഇത് ഞാനിങ്ങനെ ശ്ലോകങ്ങളിങ്ങനെ വെക്കാറുണ്ട്. നമ്മളത് കാണാതെ പഠിച്ച് പറയുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കറിയത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്മി സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ എന്തെങ്കിലും വെക്കാറുണ്ട്. നമ്മുടെ വീടിനുള്ളിൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഇതൊക്കെ വെക്കുമ്പോഴത്തേനും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ വിളക്കൊക്കെ കൊളുത്തുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ആമി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ആമി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാൻ ഹസ്ബൻഡും കൂടി ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ്. അതും കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ ഗാർഡനിലേക്ക് പോയിട്ടുണ്ട്. മേലത്തെ ഗാർഡനിൽ, അതായത് ടെറസിലെ ഗാർഡനിൽ വെള്ളം നനയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിലെ 10 മണി പൂക്കളാണ് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട്. സാധാരണ ജമന്തി പൂക്കളും അല്ലെങ്കിൽ റോസാപ്പൂക്കളുമാണ് വെക്കുന്നത്.
ഇനി എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ വേറെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യത്തില്ല കേട്ടോ. ശരിക്കും റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേയും അതുപോലെ തന്നെ ട്യൂസ്ഡേ ആയിരിക്കും. കാരണം വീക്കിലി ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ബിസി ആയിരിക്കും. നമ്മൾ ഹോം മേക്കേഴ്സിന് അങ്ങനെ റെസ്റ്റ് ഒന്നും കിട്ടത്തില്ല. എന്നാലും നമ്മൾ ഒരു ദിവസമെങ്കിലും കുറച്ച് പണികളൊക്കെ ഒന്ന് കുറച്ച് റിലാക്സ് ആവണം എന്നെനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച കൂടുതലായിട്ട് ക്ലീനിങ് വർക്കൊന്നും ചെയ്യാറില്ല. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെമ്പാവരി പുട്ടും പയറും പപ്പടമാണ്. കുറച്ച് ഒന്ന് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും അമ്മ എനിക്ക് ഇങ്ങനെ പുട്ടുപൊടി തന്നയക്കും. അമ്മ തന്നതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുട്ടുപൊടിയിലാണ് പുട്ടുണ്ടാക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.